ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് എന്താണ് പരിപാടി ഇതല്ലേ? ഇന്ന് ഞാനൊരു കുട്ടി കൃഷിക്ക് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൃഷിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ ചിരട്ടയിൽ കുറച്ച് ദിവസം മുന്നേ ചിരട്ടയിൽ ഞാൻ മണ്ണൊക്കെ നിറച്ചിട്ട് വീടിൻ്റെ ഉള്ളിൽ എന്താ പറയുക കുറച്ച് ചെറുപയർ മുളപ്പിച്ചിട്ട് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കി. പക്ഷെ അത് വൻ പരാജയമായിരുന്നു. അപ്പോൾ അത് പരാജയമാണെന്ന് കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്ത് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയപ്പം ആ കൂട്ടത്തിൽ ഞാൻ നോക്കുമ്പോൾ അപ്പോഴേ എൻ്റെ മനസ്സിലിങ്ങനെ പ്ലാൻ ഉണ്ട്, ഇങ്ങനെ തൂക്കിയിടുന്ന എന്തെങ്കിലും ചെടിച്ചട്ടി പോലെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ചെയ്താൽ നന്നായേനെ, പുറത്ത് തൂക്കിയിട്ട് കഴിഞ്ഞാൽ നന്നായേനെ. എന്ന് വെച്ചാൽ ഈ നിലത്ത് എപ്പോഴും ഇവിടെ പട്ടിക്കുട്ടികളും കുറേ പട്ടികളൊക്കെ ഇതുവഴി പോകുമ്പോൾ അവറ്റകളിങ്ങനെ മണപ്പിക്കും ഈ ചെടിയിൽ വെള്ളം ഒഴിക്കുമ്പോഴേ. അപ്പോൾ അതിങ്ങനെ കഴിക്കാൻ ഇങ്ങനെ മടിയുണ്ടാവും. അപ്പോൾ തൂക്കിയിട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ പുറത്ത് പോയപ്പോൾ ഇങ്ങനെ ഹാങ്ങിങ് ടൈപ്പ് ചെടിച്ചട്ടി മേടിച്ചു കേട്ടോ. അപ്പം ഞാൻ അതിൽ മണ്ണ് നിറച്ചതാണ്. മണ്ണ് നിറച്ചതെന്ന് വെച്ചാൽ ആ കവറിൽ ഞാൻ മണ്ണ് നിറച്ചിട്ട് അവിടെ ചീര ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഇട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നോക്കുമ്പോൾ അതൊക്കെ കടിച്ച് പറിച്ച് അവിടെ ഇട്ടിരിക്കുന്നു. പട്ടിക്കുട്ടിയുടെ പരിപാടി തന്നെ. അവിടെ പട്ടിക്കുട്ടിയോട് വരുമ്പോൾ ഞാൻ ചോറ് കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ പണി തരികയാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് മണ്ണെടുത്തിട്ട്, ഏതായാലും നല്ല മണ്ണായിരുന്നു, ആ മണ്ണെടുത്തിട്ട് ഇതിൽ നിറച്ചിട്ട് അതിൽ ചെറുപയർ ഇട്ട് കൊടുത്താൽ കേട്ടോ. അപ്പോൾ ചെറുപയർ ഇങ്ങനെ മുളച്ചിട്ടുണ്ടെങ്കിൽ ആ ഇല കൊണ്ടിട്ട് ഉപ്പേരി വയ്ക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അതിന് കുറേ നാളായി ഇവിടെ അമ്മ കുഞ്ഞാവയ്ക്ക് കൊടുക്കാൻ വേണ്ടി ചെറുപയർ വാങ്ങിച്ചു കൊടുന്നു വെച്ചു. എനിക്കാണെങ്കിൽ കുക്കർ ഉപയോഗിക്കാൻ പേടിയാണ് 1. 2 ഞാനങ്ങനെ കുറേ നേരം പയർ വേവിന്, എനിക്ക് പയർ കടല ഒന്നും പറ്റില്ല. സിസേറിയന് ശേഷം ഗ്യാസ് പ്രോബ്ലം വരും. എനിക്ക് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ നട്ടലും നെഞ്ചും കൂടെ കൊളുത്തി വലിച്ചിട്ട് ഒരു ഒടുക്കത്തെ വേദന ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കഴിക്കാൻ പാടില്ല. പലതവണ കഴിച്ചിട്ട് അനുഭവം വന്നപ്പോൾ പിന്നെ ഞാനതൊക്കെ ഒഴിവാക്കിയിരിക്കാൻ കേട്ടോ. അപ്പം ഞാനത് ഉണ്ടാക്കി കഴിക്കണം തോന്നും, അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കാറില്ല. അങ്ങനെ എടുത്ത് വെച്ച് കുറേ ആയി. അപ്പം ഞാൻ കരുതി എന്നാൽ അതിങ്ങനെ മുളപ്പിച്ച് കഴിച്ചാൽ വലിയ കുഴപ്പമില്ല. അങ്ങനെ അത് മുളപ്പിക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ ഇന്ന് രാവിലെ. അപ്പോൾ ഇതൊക്കെ ക്രിസ്മസിന് മുന്നേ ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് കുറച്ച് ദിവസം ഇടാനൊക്കെ വൈകിപ്പോയി. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ അവസരം കിട്ടിയത്. അപ്പോൾ ഞാനതിങ്ങനെ കൊളുത്ത് ഇത് വാങ്ങിച്ചു കൊണ്ടുവന്ന പിറ്റേ ദിവസം തന്നെ ഞാനിത് ചെയ്തു. അപ്പോൾ വാങ്ങിച്ച് കൊണ്ടുവരുമ്പോൾ അത് കളിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ കൊളുത്ത് കാണാനില്ല. അപ്പോൾ എനിക്ക് എന്ത് സാധനം കാണാണ്ടായാലും ഇവൻ വിഴുങ്ങിണ്ടാവോ എന്നുള്ള ടെൻഷനാണ്. പിന്നെ ഒരു മനോരോഗം പോലെ ഞാനിങ്ങനെ തിരയും ഓരോന്നും. എന്തായാലും അവസാനം കൊളുത്ത് കിട്ടി. അങ്ങനെ കൊളുത്തൊക്കെ വെച്ച് സെറ്റ് ചെയ്യണം. നല്ല കാറ്റുണ്ടായിരുന്നു. എന്തൊരു വൈബാണെന്നറിയാം. നമ്മൾ പുറത്തുനിന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര വൈബ്. മനസ്സിന് എന്തൊരു സന്തോഷമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ആ കാറ്റും നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങൾ ചെയ്യണതും അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം അതങ്ങനെ മണ്ണൊക്കെ ഇട്ട് അവരിങ്ങനെ ഹാങ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ പയർ പടർത്താൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒരു കയർ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കയറിലേക്ക് തൂക്കിയിട്ട് കൊടുക്കാമെന്ന് നോക്കുമ്പോൾ അത് തൂങ്ങിപ്പോവും. അപ്പോൾ ആ പന്തൽ പൊടിഞ്ഞ് പോകണ്ട വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് എടുത്തു. വേറെ തന്നെ ഒരു അഴ കെട്ടി അഴ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുക ചരിഞ്ഞ് നിൽക്കുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് എന്തെങ്കിലും കഴിക്കണം എന്ന് വെച്ചിട്ട് പെട്ടെന്ന് മാഗിയല്ല നൂഡിൽസ് ഉണ്ടാക്കി. എന്നിട്ട് പിന്നെ കാടമുട്ട ഉണ്ടായിരുന്നു, അതും പുഴുങ്ങിട്ടോ. അത് കഴിഞ്ഞ് അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയി. എനിക്കൊരു മാല മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ മാല മേടിക്കാൻ വേണ്ടി പുറത്ത് പോയി കുറേ മാലകൾ നോക്കി. എനിക്കൊന്നും ഇഷ്ടമായില്ല. എനിക്കിങ്ങനെ പഴയ മോഡലൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഒരു പുതിയതായിട്ട് വെറൈറ്റി ആയിട്ടൊരു മനസ്സിൽ കണ്ടിട്ട് ഒരു ഐഡിയ വെച്ച് പോയതാണ്. അത് കിട്ടിയില്ല. പിന്നെ എന്തായാലും വിശപ്പ് കാരണം ഞങ്ങൾ എന്തായാലും ഹോട്ടലിൽ കയറി. നമ്മൾ ആരാധന ഹോട്ടലിലാണ് കയറിയത്. അപ്പോൾ അവിടെ ചെന്നൊരു ബിരിയാണി കഴിച്ച്. അപ്പോൾ എനിക്ക് ആരാധന ഹോട്ടലിലെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നിന്ന് പണ്ടത്തെ ടേസ്റ്റിലെ മുട്ടയ്ക്ക് ഉണ്ടാവും കേട്ടോ ബിരിയാണിയിൽ. അപ്പം ഞങ്ങളൊരു ഫുൾ ബിരിയാണി വാങ്ങിച്ചു. ഞങ്ങൾ 2 പേരും കൂടെ കഴിച്ചു. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അവിടുത്തെ ബിരിയാണിക്ക്. ഫ്രൈ ആയിട്ടുള്ള ചിക്കനും മുട്ടയൊക്കെ ആയിട്ട് ബിരിയാണിയുടെ കൂടെ മുട്ട കഴിക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ച് അവിടെ നിന്ന് തിരിച്ചു വന്നു. അതായിരുന്നു ആ ഒരു ഞാൻ ഈ കൃഷിയൊക്കെ ചെയ്തു. പിന്നെ ആ മാലയുടെ കാര്യം പറയാൻ മറന്നുപോയി. എന്നിട്ട് ഞാൻ മാല വാങ്ങിച്ചു കേട്ടോ. മാല എങ്ങനെ വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ട് വേറൊരു കടയിൽ പോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇത് ഗോൾഡ് കവറിങ് ആണ്, ഗോൾഡൊന്നും അല്ല കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു സിമ്പിൾ മാല ഇഷ്ടപ്പെട്ടു. ആ മാലയിൽ ഞാൻ കുറച്ച് കുഞ്ഞ് ലോക്കറ്റുകൾ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് സെറ്റ് ചെയ്താണ്. കുഞ്ഞാവ വാശി പിടിക്കുന്നതിൻ്റെ ഇടയിൽ അതൊന്നും കൂടി അഴിച്ച് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിങ്ങനെ വിട്ട് ഇങ്ങനെ ലോക്കറ്റ് തൂക്കിയിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത്. 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുട്ടിപ്പയറെല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റായി നിന്നു. സത്യം പറഞ്ഞത് കണ്ടു കഴിഞ്ഞാൽ മുറിക്കാനേ തോന്നില്ല. പക്ഷെ അങ്ങനെ നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മളത് ചീരയായിട്ട് ചീര പോലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ അത് അങ്ങനെ തന്നെ കഴിക്കാം.
അപ്പോൾ ഞാൻ കുറച്ച് പയർ അന്ന് ഞാൻ പറഞ്ഞില്ലേ പയർ ആ വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ഓർമ്മയില്ല, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഇടും കേട്ടോ. അപ്പോൾ പയറുണ്ടായിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ പയറും പൊട്ടിച്ചു. അങ്ങനെ പയറും നമ്മുടെ സ്വന്തം നമ്മളുണ്ടാക്കിയ പയറും അത് 2-3 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അവിടെ നിന്നിട്ട് ഇങ്ങനെ പുഴുവാക്കിയിട്ട് കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പൊട്ടിച്ചു. അപ്പോൾ പയറും നമ്മുടെ ചെറുപയർ മുളപ്പിച്ചതിൻ്റെ ഇലയും കൂട്ടിയിട്ടായിരുന്നു അന്ന് ഞാൻ ഉപ്പേരി വെച്ചത് കേട്ടോ. അപ്പോൾ ഉപ്പേരി ഞാൻ കാണിക്കുന്നില്ല, അത് ഞാൻ ധൃതിയിൽ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കഴിച്ചു, നല്ല ഇഷ്ടമായി. പിന്നെ അതിൽ കുറച്ച് പരിപ്പും കൂടി ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളി ആയതിനെന്ന് ഏട്ടൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ കട്ട് ചെയ്യണ വീഡിയോ ഞാൻ എടുത്തില്ല, കാരണം ഒരു കൈ കൊണ്ടല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ, ടാറ്റാ ബൈ ബൈ.